ഹലോ വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് വേഫേഴ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ വേഫേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്, മാറിപ്പോകരുത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. ആദ്യമേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി തണുപ്പൊക്കെ പോയ ശേഷം വേണം യൂസ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്തെടുത്ത് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേഫേഴ്സ് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഫിൾ മേക്കർ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എത്ര ബാറ്റർ ഒഴിക്കണം എന്നുള്ളത് നമ്മുടെ വേഫിൾ മേക്കറിൻ്റെ വലിപ്പനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വേഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലേ? പുറമെ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള വേഫിൾസാണ്. വേഫിൾസ് കുക്ക് ചെയ്തിട്ട് എടുത്ത് മാറ്റുന്ന സമയത്ത് ഒരു വയർ റാക്കിലേക്ക് മാറ്റുക. അതാകുമ്പം വേഫിൾസ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.